ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ പിന്നെയും കളർ അടിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ മുമ്പ് അടിച്ചത് വൈബ്രൻറ്റ് റെഡ് കളറായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം പർപ്പിൾ ടോപ്പസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം മുമ്പ് നമ്മൾ അടിച്ച സമയത്ത് ഒരുപാട് കൂടുതലായിട്ട് ഹെയർസ് എടുത്തു. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയില്ല, ഒരു 5-6 സ്ട്രിപ്പ് എടുക്കാമെന്നുള്ള ഒരു മൈൻഡിലാണ്. നോക്കാം നമുക്ക് എത്രമാത്രം പർപ്പിൾ വരും എന്ന്. അപ്പോൾ തുടങ്ങല്ലേ, ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞു അടിച്ചിട്ട്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ നമ്മൾ കുറച്ച് മുന്നിൽ പറഞ്ഞല്ലോ, ഇവിടെ കുറച്ച് മുള്ളിൽ മാത്രമേ എടുത്തുള്ളൂ. ഇപ്പോൾ ബാക്കിയുള്ളതിനെ വേണ്ട വെച്ചു. അപ്പോൾ ഇതിപ്പോൾ അയച്ച് മാറ്റിയതിന് ശേഷം വേണം സെക്കൻഡ് കോട്ട് അടിക്കാൻ. വേണ്ട, അരമണിക്കൂറിന് ശേഷം ഏകദേശം നമ്മുടെ മുടി ഈ ഒരു കളറിലേക്ക് ആയിട്ടുണ്ട്. കുറച്ച് ഒട്ടിച്ചില്ലേ, ഫുള്ളേ ഒട്ടിച്ചാൽ ശരിയാ. അപ്പോൾ കയ്യില ഇതാണ് കഴുകി കഴിഞ്ഞു. ഇനി സ്റ്റിക്കറൊക്കെ എടുത്ത ശേഷം നമ്മുടെ ഈ ഒരു മുടി ഈ ഒരു കളർ ആയിട്ടുണ്ട്. ഇതിനൊന്ന് ഉണക്കിയിട്ട് സെക്കൻഡ് കോട്ട് അടിക്കാം. അപ്പോൾ സ്റ്റെപ്പ് 2 അടിച്ചു കഴിഞ്ഞു. അപ്പോൾ ഏകദേശം ഈ ഒരു ബോക്സിനകത്ത് ഉണ്ടാവും എങ്ങനെയാണ് ഹൗ ടു യൂസ്, അത് സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വാങ്ങിയ ഈ ബോക്സിൽ തന്നെ ഡീറ്റെയിൽ എഴുതി കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്റ്റെപ്പ് 1ൻ്റെ അപ്പോൾ ഉള്ളതും സ്റ്റെപ്പ് 2ൻ്റെ അപ്പോൾ ഉള്ള സംഭവം ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നമ്മളത് യൂസ് ചെയ്യാൻ, ഇല്ലെങ്കിൽ പണി കിട്ടും. അപ്പോൾ ഇതിനെ അടിച്ച് കഴിഞ്ഞ് ഒരു 30 മിനിറ്റ് 30 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം വേണം ഇതിന് ഈ ഫോയിൽ പേപ്പർ റിമൂവ് ചെയ്ത് ഏകദേശം കളർ ഗ്രേഡിയൻ്റ് ആയിട്ടുണ്ടാവും പർപ്പിൾ. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു ഷാമ്പു തന്നിട്ടുണ്ടാവും അതിനൊപ്പം തന്നെ ഒരു കണ്ടീഷണർ, കണ്ടീഷണർ. അപ്പോൾ ആ കണ്ടീഷണർ ഇട്ട് കഴുകിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഹെയർ ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ ആവും. അപ്പോൾ 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ 30 മിനിറ്റ്സ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇനി ഇതിനെ തുറന്ന് കഴുകാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഏകദേശം നമ്മുടെ കളർ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി കഴുകിയതിന് ശേഷം കാണാം. അപ്പോൾ ഫുള്ള് ഷാമ്പൂ കണ്ടീഷണറായിട്ട് കഴുകി. പക്ഷെ എനിക്ക് വലിയ ഇതായിട്ട് കളർ മാറിയതൊന്നും കാണില്ല ശരിക്കും പറഞ്ഞാൽ.
ലൈറ്റ് തിന്ന് ഫുൾ, പക്ഷെ ഇപ്പം മൊത്തം നനഞ്ഞ് കിടക്കണോണ്ടായിരിക്കും തോന്നുന്നു ഈ പർപ്പിൾ ഷെയ്ഡ് അറിയാത്തത്. നോക്കുമ്പോൾ എനിക്ക് തന്നെ അങ്ങനെ അധികം അറിയില്ല, കളറ് ഷെയ്ഡ് കാര്യങ്ങളൊന്നും അറിയില്ല. ഇനിയിപ്പോൾ ഡ്രൈയർ ഇട്ടൊന്ന് ഉണക്കി നോക്കട്ടെ. നോക്കിയതിന് ശേഷം എന്തെങ്കിലും മാറ്റം അറിയുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് പറയും. ഇതിപ്പോൾ ഫുള്ളൊന്ന് ഉണക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻസ്. അപ്പോൾ നിങ്ങൾക്ക് കളറ് മാറിയത് അറിയണുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് വലിയ മാറ്റം കാര്യങ്ങൾ തോന്നുന്നില്ല. അപ്പോൾ പർപ്പിൾ ഷെയ്ഡ് അടിച്ചതുകൊണ്ടായിരിക്കുമോ എന്താണെന്ന് അറിയില്ല. ഫസ്റ്റ് മിക്സ്ചർ കറക്റ്റായി വന്നിട്ടുണ്ട്. സെക്കൻഡ് മിക്സ് ചെയ്തും ഏകദേശം 30 മിനിറ്റ്സ് എടുത്തിട്ടാണ് ചെയ്തതും. പക്ഷെ എന്തോ ഇപ്രാവശ്യം എന്നെ നിരാശപ്പെടുത്തി. ഫസ്റ്റ് ടൈം അടിച്ചപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, വീഡിയോ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ താഴെ കൊടുക്കുന്നുണ്ട്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കി. ഈ പ്രാവശ്യം ഫെയിലായി. ഫസ്റ്റ് ടൈം സൂപ്പറായി വന്നിട്ടുണ്ടായിരുന്നു, കളർ കാര്യങ്ങളൊക്കെ അടിപൊളി സെറ്റായിരുന്നു. ഇതിൻ്റെ ഇതേ കമ്പനി തന്നെയാണ്, വേറെ വൈബ്രൻറ്റ് റെഡ് ആയിരുന്നു. ഇപ്രാവശ്യം വന്നിട്ട് നമ്മുടെ അടുത്ത് പർപ്പിൾ ട്രോപ്പസിൻ്റെ കളറായിരുന്നു. പക്ഷേ ഷെയ്ഡ് എനിക്ക് അറിയില്ല, വലിയ ഫീൽ ആയിട്ട് എവിടെയും തോന്നുന്നില്ല കളറായിട്ട്. ഇനിയിപ്പോൾ ചിലപ്പോൾ വെയിലത്തൊക്കെ ഇറങ്ങുമ്പോൾ അറിയായിരിക്കും തോന്നുന്നു. കണ്ടാൽ മതിയായിരുന്നു, കാശ് കൊടുത്തല്ലേ. നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം.